ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനോ. അപ്പോൾ ഇന്ന് നമ്മുടെ എക്സാം കഴിഞ്ഞു അല്ലേ, വാട്ടർ അതോറിറ്റി ഓപ്പറേറ്ററിൻ്റെ എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മൾ പൊതുവേ പറയുകയാണെങ്കിൽ ഒരു ഈസി ടു മോഡറേറ്റ് എക്സാം ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം അല്ലേ. ടഫ് ആയിരുന്നോ? അല്ല, ടഫ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അല്ലേ. ക്വസ്റ്റ്യൻസ് ഒക്കെ വളരെ സിമ്പിൾ ആയിരുന്നു അല്ലേ. അപ്പോൾ മെക്കാനിക്കലുകാരുടെ കൺസെഷൻസ് നോക്കുകയാണെങ്കിലും ഇലക്ട്രിക്കലുകാർക്ക് മെക്കാനിക്കൽ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നിയിരിക്കാം. കാരണം കുറച്ച് നമുക്കൊരു ഒന്ന് കുഴപ്പിക്കുന്ന 2-3 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ബാക്കിയെല്ലാം സിമ്പിൾ തിയറി ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ. അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാൻ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് അങ്ങനെയൊന്നും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഉണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഈസി ടു മോഡറേറ്റ് ആ ഒരു റേഞ്ചിൽ നമുക്ക് എക്സാം പേപ്പറിനെ പറയാം അല്ലേ. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ജസ്റ്റ് ഒരു അനാലിസിസ് മാത്രമാണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കഷൻസ് നടക്കുന്നുണ്ടാവില്ല. ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് മാത്രം. നമുക്ക് ഓപ്ഷൻസ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്കറിയാം കേരള PSC നമ്മൾ പ്രൊഫഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിൽ നമുക്ക് ചിലപ്പോൾ വേരിയേഷൻസ് ഉണ്ടാവാം. അപ്പൊ നിങ്ങൾ നോക്കുക. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോഡ് നമ്പർ C ആയിരിക്കും കേട്ടോ. ആൻസർ ക്വസ്റ്റ്യൻ നമ്പർ C കോഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ ക്വസ്റ്റ്യൻ കോഡ് നമ്പർ C ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. C കോഡാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അത് നോക്കുക, നിങ്ങൾ കറക്റ്റ് നോക്കണേ ആ ഓർഡർ അനുസരിച്ച്. ഫസ്റ്റ് വെച്ച് നമ്മൾ വിച്ച് മെറ്റീരിയൽ ഇസ് യൂസ് ടു മേക്ക് കോർ ഓഫ് പവർ ട്രാൻസ്ഫോമേഴ്സ് അല്ലെ. പവർ ട്രാൻസ്ഫോമർ ആ ചോദിച്ചിട്ടുള്ളത്. പവർ ട്രാൻസ്ഫോമറിന്റെ കോർ എന്താ? കോൾഡ് റോൾഡ് ഗ്രേഡ് ഓറിയന്റഡ് ആണ് അല്ലെ. ഇതൊക്കെ നമ്മൾ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പറയാം. Now second one, which type of EMF is induced in an ideal two winding transformer? ചോദിച്ചത് two winding transformer ആണ്. അതായത് നമ്മൾ ഓട്ടോ ട്രാൻസ്ഫോമർ അല്ല, two winding transformer ആണെങ്കിൽ നമുക്കറിയാം മ്യൂച്വലി ഇൻഡ്യൂസ്ഡ് EMF അല്ലെ. ഓപ്ഷൻ ബി നമ്മുടെ കറക്റ്റ് ആൻസർ. The third one, which method of magnetization is used to make commercial purpose permanent magnet ആണ് അല്ലെ. പെർമനന്റ് മാഗ്നറ്റ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇൻഡക്ഷൻ മെത്തേഡ് ആണ് അല്ലെ. മാഗ്നറ്റ്സിനെ പെർമനന്റ്ലി ഇൻഡക്ഷൻ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ magnetism property കൊടുക്കുന്നത്. Okay, fourth one എന്താ? What indicates the shape of a BH curve of a material? BH curve എന്താ represent ചെയ്യുന്ന? ഓരോ പ്രോപ്പർട്ടീസ് ആണ് അല്ലെ. മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് ഓഫ് മെറ്റീരിയൽ represent ചെയ്യുന്ന. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. Now which one? Which defines the flux density is always lagging behind the magnetic force? എന്താ? നമ്മുടെ hysteresis curve ആണ് അല്ലെങ്കിൽ hysteresis loop ആണ്. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. Now, what is the change in value of resistance of the conductor if its cross-sectional area is doubled? R is equal to rho into L by A. അല്ലെ, നമുക്കറിയാം R inverse proportional to A ആണ് അല്ലെ. അപ്പോൾ ഓപ്ഷൻ ബി ആയിരിക്കും വരിക അല്ലെ. Decreases 2 times. Now, which electrical quantity is directly proportional to the eddy current? ഏതാ? നമുക്ക് eddy current equation ഒക്കെ അറിയാം അല്ലെ. Directly proportional to F B square അല്ലെ. അപ്പൊ എന്തായിരിക്കും ഓപ്ഷൻ സി ആയിരിക്കും അല്ലെ. ഫ്രീക്വൻസി ആയിരിക്കും തന്നിട്ടുള്ളതിൽ. വോൾട്ടേജ് കറന്റ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഫ്രീക്വൻസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നത് അല്ലെ. Now, eighth one എന്താ? Which factors determine the value of capacitance in a capacitor? നമുക്കറിയാം C is equal to epsilon 0 into A by D അല്ലെ. ഇതൊക്കെ അറിയാവുന്ന ഇക്വേഷൻസ് ആണ്. സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആ ഫസ്റ്റ് ആൻസേഴ്സ് ഒക്കെ. അതിൽ ഓപ്ഷൻ എന്തായിരിക്കും? ഏരിയ ഓഫ് ദ പ്ലേറ്റ്സിനെ ആയിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓപ്ഷൻ എ ആയിരിക്കും. Now, what is the name of defect that bending of plates in secondary cells? പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. സെൽസിന്റെ കേസിൽ കുറച്ച് ഡിഫക്ട്സ് ഒക്കെ നോട്ട് ചെയ്ത് പോകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബെൻഡിങ് ബി, ബക്ലിംഗ് ബി, എങ്ങനെ ഓർത്ത് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. ഓപ്ഷൻ എ ആണ് ബക്ലിംഗ്. Now, what is the effect if one cell is connected with reverse polarity in a parallel combination circuit? ഇതൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അല്ലെ. പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കും? ഷോർട്ട് സർക്യൂട്ട് ആവും. സീരീസ് കോമ്പിനേഷൻ ആണെങ്കിൽ വോൾട്ടേജ് റെഡ്യൂസ് ആവും. ഇതൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പൊ ഓപ്ഷൻ സി ആയിരിക്കും. നെക്സ്റ്റ് വൺ, വിച്ച് ഇസ് ദ ഡയാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്? നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. പാരാമാഗ്നറ്റിക് സബ്സ്റ്റൻസ്, ഡയാമാഗ്നറ്റിക്, ഫെറോമാഗ്നറ്റിക്, ഇതിന്റെയൊക്കെ എക്സാമ്പിൾസ് പഠിച്ചപ്പോൾ നമ്മൾ കമ്പൽസറി പറഞ്ഞു പോയതാണ് അല്ലെ. ഡയാമാഗ്നറ്റിക് ഏതാ വരുന്നത്? വാട്ടർ ആണ് അല്ലെ. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. Now, 12th one, which is the correct expression of capacitance? C is equal to Q by V. Direct questions ആണ് അല്ലെ. ഓപ്ഷൻ എ. Now, what is the SI unit of flux density? എന്താ ഫ്ലക്സ് ഡെൻസിറ്റി യൂണിറ്റ്? ടെസ്ല ആണ് അല്ലെ. വെബർ പെർ മീറ്റർ സ്ക്വയർ ആണ് അല്ലെ. നമ്മൾ ശ്രദ്ധ അല്ലാതെ വെബർ പെർ മീറ്റർ ഓപ്ഷൻ സി ഒന്ന് പോയി കുത്തത്. മീറ്റർ സ്ക്വയർ നമ്മുടെ ഫ്ലക്സ് ഡെൻസിറ്റി, അല്ലെങ്കിൽ നമുക്ക് ടെസ്ല എന്ന് പറയാം അല്ലെ. 13 ഓപ്ഷൻ എ കറക്റ്റ് ആൻസർ. Now, 14, what is the value of resistance in open circuit? ഓപ്പൺ സർക്യൂട്ട് നമുക്കറിയാം കറണ്ട് is equal to 0 ആണ്. അപ്പൊ കറണ്ട് 0 ആണെങ്കിൽ റെസിസ്റ്റൻസ് എന്തായിരിക്കും? ഇൻഫിനിറ്റി ആയിരിക്കും. ഓപ്ഷൻ ഡി. Now, which type of meter is used to test the polarity of a battery? ഈ ബാറ്ററിയുടെ പൊളാരിറ്റി ടെസ്റ്റ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് മൂവിംഗ് കോയിൽ വോൾട്ട് മീറ്റേഴ്സ് ആണ് കേട്ടോ. ചിലപ്പോൾ നോക്കാത്ത പോയ ആൾക്കാരുണ്ടാവും. ബാറ്ററിയുടെ നമ്മൾ പൊളാരിറ്റി ടെസ്റ്റ് ചെയ്യുന്ന മൂവിംഗ് കോയിൽ വോൾട്ട് മീറ്റർ. അതൊക്കെ നിമി ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ കേട്ടോ. Now, 16th one, what is the unit of conductance? നമുക്കറിയാം അല്ലെ. mho ആണ് കണ്ടക്ടൻസിന്റെ യൂണിറ്റ്. Now, A option A. 17th one, what is the application of a series circuit? Series circuits നോക്കി നമുക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഒരു ഓപ്ഷൻസ് വായിച്ചാൽ നമുക്ക് മനസ്സിലാവും അല്ലെ. ഷണ്ട് റെസിസ്റ്റർ ആണെങ്കിൽ ഷണ്ട് ആയിട്ട് കണക്ട് ചെയ്യുക. ഇലക്ട്രിക്കൽ ലാംപ്സ് ആൻഡ് ഹോംസ് നമ്മൾ പാരലൽ കണക്ഷൻ ആണ് കൊടുക്കുന്നത് അല്ലെ. വോൾട്ട് മീറ്റർ കണക്ഷൻ ആണെങ്കിൽ നമുക്ക് പാരലൽ പറയാം. ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ. ഫ്യൂസിന്റെ സർക്യൂട്ട് നമ്മൾ എങ്ങനെ കൊടുക്കുക? സീരീസ് ആയിട്ടായിരിക്കും കൊടുക്കുക അല്ലെ. ഓപ്ഷൻ ഡി ആയിരിക്കും ആൻസർ. Now, 18th one, what electrical quantity is related to Ohm's law? നമുക്കറിയാം V is equal to I into R അല്ലെ. വോൾട്ടേജും കറണ്ടും റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യണം. അതായിരിക്കും ഓപ്ഷൻ സി ആയിരിക്കും കറന്റ്, വോൾട്ടേജ് ആൻഡ് റെസിസ്റ്റൻസ്. 19th one, what is the effect of the parallel circuit with one branch open? ഒരു ബ്രാഞ്ച് ഓപ്പൺ ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇവിടെ കറന്റ് ഫ്ലോ ഉണ്ടാവില്ല അല്ലെ. നോ കറന്റ് will flow in that branch ആണ് ആൻസർ വരിക. ഓപ്ഷൻ സി. Now, 20th one, which one defines the change in resistance in ohm
പെർ ഡിഗ്രി സെന്റിഗ്രേഡ്. ഇത് ഇതേപോലെ ക്വസ്റ്റ്യൻ ഏതൊരു PSC ITA ലെവൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞിട്ടുള്ളത്? ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് ആൽഫയാണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ, ആൽഫയാണ് ചോദിച്ചിട്ടുള്ളത്. ടെമ്പറേച്ചർ കോഎഫിഷ്യന്റ് റെസിസ്റ്റൻസ് ഓപ്ഷൻ ബി നമ്മുടെ കറക്റ്റ് ആൻസർ കേട്ടോ. Next one, what is the name of the maximum value of potential difference between points on the ground and a point touched by the person? Question ശ്രദ്ധിക്കണം കേട്ടോ. point on the ground and a point touched by a person ആണ്. ഗ്രൗണ്ട് ഒരു ടച്ച് ചെയ്യുന്ന പൊസിഷൻ മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് ടച്ച് പൊട്ടൻഷ്യൽ ആണ് അല്ലെ, ലീക്കേജ് പൊട്ടൻഷ്യലോ സ്റ്റെപ്പ് പൊട്ടൻഷ്യലോ പൊട്ടൻഷ്യലോ അല്ല. ഇതിന്റെ ഇടയിൽ പോയിന്റ്സിന്റെ ഇടയിൽ ലീക്കേജ് അല്ല ചോദിച്ചിട്ടുള്ളത്, ടച്ച് പൊട്ടൻഷ്യലാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. അതാ കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി ആണ്. Now, what are the types of coils wrapped around the toroid ring and ECB? അല്ലെ, ഇലക്ട്രോണിക് സർക്യൂട്ട് ബ്രേക്കേഴ്സ് ആ. നമുക്ക് ഓപ്ഷൻസ് കണ്ടാൽ തന്നെ മനസ്സിലാവും അല്ലെ, നമുക്കൊരു സർക്യൂട്ട് ബ്രേക്കേഴ്സ് വേണമെങ്കിൽ ഫേസും വേണം ന്യൂട്രലും വേണം. അപ്പൊ ഇതിൽ ഓപ്ഷൻ ബി ആയിരിക്കില്ല. ഫേസ് കോയിൽ ന്യൂട്രൽ കോയിൽ ഓപ്ഷൻ സി ഉണ്ട്, അതുപോലെ ഓപ്ഷൻ ഡി ആയിരിക്കില്ല. ന്യൂട്രൽ കോയിൽ മാത്രം പോരാ, ഫേസ് കോയിലും മാത്രം പോരാ. ഓപ്ഷൻ സി അല്ലെങ്കിൽ ഓപ്ഷൻ എ. ഇലക്ട്രോണിക് സർക്യൂട്ട് ബ്രേക്കേഴ്സ്, അപ്പൊ സെൻസി എന്തെങ്കിലുമൊക്കെ വേണോ അല്ലെ, അപ്പൊ സെൻസർ കോയിൽസ് എന്തായാലും ഉണ്ടാവും. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. അങ്ങനെയൊക്കെ ചിന്തിച്ച് സിമ്പിൾ ആയിട്ട് ചിന്തിച്ച് എഴുതാൻ പറ്റുന്ന കുറെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിനകത്ത് ഉണ്ടായിരുന്നു കേട്ടോ. No, 23rd എന്താ, which one is not a type of lamp holders? നമ്മൾ PYQ ഡിസ്കഷൻ ചെയ്തിട്ടുള്ളതാണ് ലാമ്പ് ഹോൾഡേഴ്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാമ്പ് ഹോൾഡേഴ്സ്. നമ്മൾ ഓർക്കാൻ വേണ്ടിയിട്ട് ബെഗ് എന്നും കൂടി പറഞ്ഞിരുന്നു അല്ലെ. ബയണറ്റ്, എഡിസൺ, ഗുലിയത്ത്. ഇതിലല്ലാത്തത് ജേക്കൻ ബെഷ് ടൈപ്പ് ആണ് അല്ലെ, പുഷ് ടൈപ്പ് ആണ്. ഓപ്ഷൻ എ ആയിരിക്കും. Now, which one is not a method of reducing the resistance of an earth electrode to an acceptable value? ഓപ്ഷൻസ് വായിച്ച് നമുക്ക് മനസ്സിലാവും അല്ലെ. റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്യാൻ അല്ലെ, റെഡ്യൂസ് ചെയ്യാൻ ഏതൊക്കെ മെത്തേഡ്സ് ആ? പോറിംഗ് വാട്ടർ യൂസ് ചെയ്യാറുണ്ട്. കണക്ടിങ് നമ്പർ ഓഫ് എർത്ത് ഇലക്ട്രോഡ്സ് ഇൻ പാരലൽ ഇലക്ട്രോഡ്സ് കണക്ട് ചെയ്യാറുണ്ട് അല്ലെ. അതുപോലെ ആഫ്റ്റർ ഇൻസ്റ്റാളേഷൻ നമ്മൾ എർത്ത് പിറ്റിൽ എന്തൊക്കെ നടക്കാറുണ്ട്? കോക്കോ സാൻഡ് സോൾട്ട് ഒക്കെ നടക്കാറുണ്ട്. അപ്പൊ ഓപ്ഷൻ അല്ലാത്തത് എന്താ ചെയ്യാത്ത? നമ്മൾ റെഡ്യൂസ് ദ ഡെപ്ത് ഓഫ് ദ പിറ്റ് ബിലോ 0.5 മീറ്റർ. അതുകൊണ്ട് ഒരിക്കലും ഡെപ്ത് കുറയ്ക്കില്ല ചെയ്യുമ്പോൾ കൂട്ടുക ചെയ്യുക അല്ലെ. അപ്പൊ ഓപ്ഷൻ സി ആയിരിക്കും നോട്ട് എ മെത്തേഡ് ഓഫ് റെഡ്യൂസിങ്. ഓക്കെ, 24 ഓപ്ഷൻ സി. 25 ക്വസ്റ്റ്യൻ കാണാണ്ടല്ലോ അല്ലെ, ഞാനത് ജസ്റ്റ് അതുപോലെ ഫോട്ടോ എടുത്ത് വെച്ചിട്ടേ ഉള്ളൂ കേട്ടോ. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിട്ട് കറക്റ്റ് ആൻസർ നോക്കുക കേട്ടോ. 25th question എന്താ? A dash switch can be used for controlling machinery as part of a control system, as a safety interlock or as a counter enumerating objects passing the point. സിമ്പിൾ ആണ് ഒരു കൺട്രോൾ സിസ്റ്റം. അതേപോലെ ഒരു എന്താ പറയുക മൂവ്മെന്റ് അല്ലെ, ഒരു ഫിക്സഡ് മൂവ്മെന്റ് ബെൽറ്റ് മൂവ്മെന്റിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന സ്വിച്ചസ് ഏതൊക്കെയാണ്? ലിമിറ്റ് സ്വിച്ച് ആണ് അല്ലെ. ലിമിറ്റ് സ്വിച്ചസ് നമ്മൾ മെഷീനിലേക്ക് യൂസ് ചെയ്യാറില്ല, ഒരു കണ്ടിന്യൂസ് മൂവ്മെന്റ് അല്ലെങ്കിൽ ഒരു ഫ്ലോ ഓഫ് മൂവ്മെന്റ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും മാനുഫാക്ചറിംഗ് പ്രോസസ്സിലൊക്കെ മെയിൻലി യൂസ് ചെയ്യുന്ന ലിമിറ്റ് സ്വിച്ചസ് ആണ്. അതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. 26th, which of the following is a part of digital voltmeter? അത് നമുക്ക് ആൾക്കൊക്കെ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് കൺഫ്യൂസിങ് വരാം അല്ലെ. ഒരു ഡിജിറ്റൽ വോൾട്ട്മീറ്ററിൽ നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് ആൻഡ് ഗേറ്റ് ആണ് കേട്ടോ. മൂവിംഗ് കോയിലോ മൂവിംഗ് അയോണോ നമ്മുടെ കറന്റ് സെൻസേഴ്സ് നമ്മൾ ഡിജിറ്റൽ വോൾട്ട്മീറ്റേഴ്സിൽ യൂസ് ചെയ്യുന്നില്ല. ഓക്കെ, അതൊക്കെ അനലോഗ് വോൾട്ട്മീറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ഡിജിറ്റൽ വോൾട്ട്മീറ്റേഴ്സ് നമ്മൾ അത് ചിലപ്പം ചിലർക്ക് ഈ സിമ്പിൾ ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലെ. ഡിജിറ്റൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അവിടെ ഗേറ്റ്സ് ആ വരിക അല്ലെ. ആൻഡ് ഗേറ്റ് ആണ് ഓപ്ഷൻ കേട്ടോ. ഓപ്ഷൻ ഡി ആയിരിക്കും. And 27th, in the 2 wattmeter method of a 3-phase power measurement, what is the reading of electrodynamic wattmeters when the power factor attains 0.5? നമ്മൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റൻ ആയിരുന്നു അല്ലെ. ഒരു ടേബിൾ ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് അല്ലെ. എന്തായിരിക്കും 0.5 ആണെങ്കിൽ ഒരു വാട്ട്മീറ്റർ റീഡിംഗ് ചെയ്യും, ഒരു വാട്ട്മീറ്റർ 0 റീഡിംഗ് ആയിരിക്കും അല്ലെ. ഓപ്ഷൻ എ ആയിരിക്കും. വൺ ഓഫ് ദ വാട്ട്മീറ്റർ റീഡിംഗ് is 0 and the other shows the total power. ഓപ്ഷൻ എ ആയിരിക്കും 27th ആൻസർ. Next one, which one is not an application of tongue tester? Not an application ചോദിച്ചിട്ടുള്ളത് അല്ലെ. എന്താ tongue tester എന്ന് പറഞ്ഞാൽ നമ്മൾ കറണ്ട് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണല്ലേ, വിത്തൗട്ട് ടച്ചിങ് ഇറ്റ് അല്ലെ. tongue testers നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഫസ്റ്റ് എന്താ? മെഷർ ദ പ്രൈമറി കറന്റ് ഓഫ് AC വെൽഡിംഗ് ജനറേറ്റർ. അത് കറക്റ്റ് ആണ് അല്ലെ, കറന്റ് മെഷർ ചെയ്യാൻ പറ്റും. Now, second option, measure the starting current of AC motors. അതും പോസിബിൾ ആണ്. Now, option D നോക്കി, measure newly rewound AC motor phase current line currents. അതും നമുക്ക് പോസിബിൾ ആണ്. But measure the short circuit current of a DC motor. ഈ ഷോർട്ട് സർക്യൂട്ട് കറന്റ് എന്ന് പറഞ്ഞാൽ ഹൈ റേറ്റഡ് കറന്റ് ആണല്ലോ, ഹൈ വാല്യൂ ഓഫ് കറന്റ്. അത് നമുക്ക് ടങ് ടെസ്റ്റേഴ്സ് വെച്ച് മെഷർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഓപ്ഷൻ നോട്ട് ആൻ ആപ്ലിക്കേഷൻ ചോദിച്ചിട്ടുള്ളത് അത് ഓപ്ഷൻ സി ആയിരിക്കും. Now, 29th, select the expansion of the term TOD. TOD എന്ന് പറഞ്ഞാൽ ടൈം ഓഫ് ഡേ ആണ് അല്ലെ. ഓപ്ഷൻ ബി. Now, which type of meter has reeds and flags? Instruments വരുന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, പവർ ഫാക്ടർ മീറ്റർ നമുക്കറിയാം. അതിൽ നമ്മൾ റീഡ്സ് ആൻഡ് ഫ്ലാഗ്സിനെ കുറിച്ച് പഠിച്ചിട്ടില്ല അല്ലെ. അപ്പൊ ഓഫ് കോഴ്സ് ഫ്രീക്വൻസി മീറ്റർ ആണ് കേട്ടോ. ഫ്രീക്വൻസി മീറ്റേഴ്സ് നമ്മൾ റീഡ്സ് ആൻഡ് ഫ്ലാഗ്സ് ഉണ്ടാവുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആയിരിക്കും കറക്റ്റ് ആൻസർ. Now, in which three-phase connection the line voltage is always √3 times the phase voltage? VL is equal to √3 times V phase ആണ് അല്ലെ. അതായത് വരുന്ന സ്റ്റാർ കണക്ഷൻസിലാണ് അല്ലെ. ഓപ്ഷൻ സി ആയിരിക്കും. Now, the value of an alternating quantity at any particular instant. ഒരു particular instant നമ്മൾ കിട്ടുന്ന വാല്യൂ എന്താ? ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ആണ് അല്ലെ. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. Now, find out the time period of a 60 Hz sinusoidal AC supply. Time period കണ്ടുപിടിക്കാൻ പറഞ്ഞത് 60 Hz frequency തന്നിട്ടുണ്ട്. F is equal to 1/T അല്ലെ, അല്ലെങ്കിൽ T is equal to നമുക്ക് 1/60 എന്ന് എഴുതാം. എത്ര കിട്ടും നമുക്ക്? 0.017 കിട്ടും കേട്ടോ. ഓപ്ഷൻ എ ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. Now, which one of the following is a disadvantage of AC compared to DC? Questions നമുക്ക് ഓപ്ഷൻസ് വായിച്ചതിന് മനസ്സിലാവുന്നതാണ് അല്ലെ.
ഒരു ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് എ സി ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഓപ്ഷൻ എ എന്താ, ലാർജ് എമൗണ്ട് ഓഫ് പവർ ക്യാൻ ബി ട്രാൻസ്മിറ്റഡ്, അതൊരു അഡ്വാൻറ്റേജ് ആണ് എ സിയുടെ അല്ലെ. ഓപ്ഷൻ ബി, എ സി ഈസ് ഈസിയർ ടു ജനറേറ്റ് ദാൻ ഡി സി, അതും ഒരു അഡ്വാൻറ്റേജ് ആണ് പറയുന്നത്. ഓപ്ഷൻ സി, ദ എ സി ക്യാൻ ബി ഈസിലി കൺവേർട്ടഡ് ടു ഡി സി, അത് നമുക്കൊരു അഡ്വാൻറ്റേജ് ആയിട്ട് പറയുന്നത് അല്ലെ. ഓപ്ഷൻ ഡി എന്താ, ഇൻഡക്റ്റീവ് റിയാക്ടൻസ് ആൻഡ് കപ്പാസിറ്റീവ് റിയാക്ടൻസ് ആർ ഇൻ എ സി കമ്പയർഡ് ടു ഡി സി. നമുക്കറിയാം അല്ലെ, ഡി സിന്റെ കേസിൽ നമുക്ക് ഫ്രീക്വൻസീസ് ഇല്ല, അപ്പൊ ഇൻഡക്റ്റീവ് റിയാക്ടൻസും കപ്പാസിറ്റീവ് റിയാക്ടൻസും അവിടെ നെഗ്ലിജിബിൾ ആണ്. ഓക്കെ, ഓപ്ഷൻ ഡി ആയിരിക്കും കറക്റ്റ് ആൻസർ, ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് എ സി ട്ടോ. ഓപ്ഷൻ ഡി, 34th question, ഓപ്ഷൻ ഡി. Next one, the lead and lag are used to describe the relative positions in time of two voltages or currents that are not in phase. In which type of circuit the current lags behind the applied voltage? Current lag ചെയ്യുന്നു വോൾട്ടേജിനെ അല്ലെ. current lags behind the voltage by 90 degree. ഏത് കേസാ, പ്യൂർലി ഇൻഡക്റ്റീവ് ആണ് അല്ലെ. 90 ഡിഗ്രി പറഞ്ഞിട്ടുള്ളത്, അപ്പൊ പ്യൂർലി ഇൻഡക്റ്റീവ് ആയിരിക്കും. then pure inductive circuit, ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. Now what are the most prime reasons for the severity of shock? എന്തായിരിക്കും, ബോഡി റെസിസ്റ്റൻസും വെതർ കണ്ടീഷൻസിനെ എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തായിരിക്കും, മാഗ്നിറ്റ്യൂഡ് ഓഫ് കറന്റ് ആൻഡ് ഡ്യൂറേഷൻ ഓഫ് കോൺടാക്ട് ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ കേട്ടോ. Now how can you stop bleeding in the wound of an accidental person? നമുക്ക് എങ്ങനെയാ, പ്രഷർ അപ്ലൈ ചെയ്തിട്ടാണല്ലേ, ഹീറ്റ് ഓഫ് ദ വൂണ്ട് ആയിരിക്കില്ല, അപ്ലൈ വാട്ടർ ആയിരിക്കില്ല, അപ്ലൈ ഓയിൽമെന്റും അല്ല. ഓപ്ഷൻ ഡി ആയിരിക്കും അപ്ലൈയിങ് പ്രഷർ. Now which one of the guidelines is true for the installation of batteries? ഇത് ചിലർക്ക് കൺഫ്യൂസ്ഡ് ആയിരിക്കാം. ഇൻസ്റ്റാളേഷൻ ഓഫ് ബാറ്ററീസ് ആ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഓപ്ഷൻസ് വായിച്ചു നോക്കി. ഈച്ച് ബാറ്ററി is kept inside a sealed metal container. അത് നല്ലൊരു കാര്യം അല്ലേ, അങ്ങനെ ചെയ്യാം. ഓക്കെ, വെൻ പ്ലഗ് ഷുഡ് ബി ഓപ്പൺ, ഇത് എപ്പോഴാണ് ചെയ്യുന്നുണ്ടാവുക, ചാർജിങ് സമയത്താണ് വെൻ പ്ലഗ്സ് നമ്മൾ ഓപ്പൺ ചെയ്ത് വെക്കുക. ഡിസ്ചാർജ് ദ ബാറ്ററി ബിഫോർ ഇൻസ്റ്റാളേഷൻ, അതിന്റെ ആവശ്യമില്ല അല്ലെ. ലൊക്കേഷൻ ഓഫ് ബാറ്ററി ഇൻസ്റ്റാൾ ഷുഡ് ബി ഫ്രീ ഫ്രം ഹീറ്റ് സോഴ്സ് ആൻഡ് ഫ്ലെയിം. ഇവിടെ ചോദിച്ചത് ഗൈഡ് ലൈൻ ഫോർ ഇൻസ്റ്റാളേഷൻ ഓഫ് ബാറ്ററീസ്. ഒരു ബാറ്ററി വെക്കുമ്പോൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. ടോട്ടലി ഫസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്തായിരിക്കും, ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി ഫ്രീ ഫ്രം ഹീറ്റ് സോഴ്സസ് ആൻഡ് ഫ്ലെയിംസ് ആയിരിക്കും. ഓപ്ഷൻ ഡി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ കേട്ടോ. Now the top surface of a solar cell consists of an extremely thin layer of a p-type material. Why this type of construction? എന്തിനായിരിക്കും നമുക്കറിയാം അല്ലെ, ലൈറ്റ് അതിലൂടെ പെനിട്രേറ്റ് ചെയ്യണം അല്ലെ. സോളാർ സെൽ നമ്മൾ അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അല്ലെ, ലൈറ്റ് photons വന്ന് സ്ട്രൈക്ക് ചെയ്യണം. അപ്പോൾ ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ, ദാറ്റ് ഈസ് ലൈറ്റ് ക്യാൻ പെനിട്രേറ്റ് ദ ജംഗ്ഷൻ. Now why are cells connected in series? നമുക്കറിയാം എന്തിനാ സെൽസ് സീരീസ് ആയി കണക്ട് ചെയ്യുന്നത്. സീരീസ് കണക്ഷൻ നമുക്കറിയാം കറണ്ട് ഈക്വൽ ആയിരിക്കും അല്ലെ, എല്ലാത്തിലൂടെ പോകുന്ന കറൻസ് സെയിം ആയിരിക്കും, നമുക്ക് വോൾട്ടേജസ് ആയിരിക്കും എന്ത് ചെയ്യുന്നുണ്ടാവുക, കൂടുന്നുണ്ടാവുക അല്ലെ, ടു ഇൻക്രീസ് ദി വോൾട്ടേജ് റേറ്റിംഗ്. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. Next one, choose the correct answer from the following options for the question states below. The direction of rotation of a DC motor can be changed by. ഒരു DC മോട്ടറിന്റെ നമ്മൾ റൊട്ടേഷനെ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ആർമേച്ചർ ടെർമിനൽസ് മാറ്റി കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫീൽഡ് ടെർമിനൽസിനെ മാറ്റി കൊടുക്കാം അല്ലെ. എന്തായിരിക്കും, ചേഞ്ച് ദ ആർമേച്ചർ ടെർമിനൽ അല്ലെങ്കിൽ ചേഞ്ച് ദ ഫീൽഡ് ടെർമിനൽ. ഓപ്ഷൻ 3യും 4 ആണ് കറക്റ്റ് അല്ലെ. സപ്ലൈ വോൾട്ടേജ് നമ്മൾ മാറ്റാറില്ല അല്ലെ. ഓപ്ഷൻ 3 and 4 ആയിരിക്കും കറക്റ്റ്. ഓപ്ഷൻ ഡി ആയിരിക്കും കേട്ടോ. Now, when the motor takes current above the normal, what happens if the no volt coil is open circuited? എന്താ പറയുന്നത്, നമ്മളൊരു 4-point starter കേസാ പറയുന്നത് അല്ലെ. പറഞ്ഞിട്ടുണ്ട് no volt coil de-energized ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു, നമ്മൾ 3-point starter 4-point starterലേക്ക് മാറുകയാണ് ചെയ്യുന്നത് അല്ലെ. അല്ലെങ്കിൽ എന്തായിരിക്കും, motor will run on above normal speed റൺ ചെയ്യും. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ കേട്ടോ. Now 43rd, if the input of the prime mover of an alternator is kept constant but the excitation is increased. Correct, simple ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണല്ലേ. എന്താ ചോദിച്ചിട്ടുള്ളത്, നമ്മുടെ വീക്ക് കർവ് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് വീക്ക് കർവ്സ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. IF വേഴ്സസ് cos phi അല്ലെ, നമ്മുടെ വീക്ക് കർവ് അല്ലെങ്കിൽ ഇൻവേർട്ടഡ് ആയിട്ടുള്ള വീക്ക് കർവ് അല്ലെ ചോദിച്ചത്. എന്താ നമ്മൾ ചോദിച്ചിട്ടുള്ളത്, IF ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അല്ലെ, IF ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും എന്ന് പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ അല്ലെ, അതായത് ഓവർ എക്സൈറ്റഡ് കണ്ടീഷനിൽ, ഓവർ എക്സൈറ്റഡ് ആണെങ്കിൽ ഇത് അണ്ടർ എക്സൈറ്റഡ് ആണ്. ഒരു ഓൾട്ടർനേറ്ററിന്റെ കേസിൽ അണ്ടർ എക്സൈറ്റഡിന്റെ കണ്ടീഷനിൽ അത് ലീഡിംഗ് ആയിരിക്കും, ഓവർ എക്സൈറ്റഡിന്റെ കണ്ടീഷൻസിൽ അത് ലാഗിംഗ് പവർ ഫാക്ടർ ആയിരിക്കും അല്ലെ. അപ്പോൾ ഓവർ എക്സൈറ്റഡ് കണ്ടീഷൻ അല്ലെങ്കിൽ എക്സൈറ്റേഷൻ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ എന്തായിരിക്കും, KVA എന്ന് പറയുന്നത് ലാഗിംഗ് ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. Now, the armature current drawn by a DC motor is proportional to, നമുക്കറിയാം torque proportional to phi into Ia അല്ലെ. ടോർക്ക് എന്ന് പറഞ്ഞാൽ ഇതിനായിരിക്കും, ആർമേച്ചർ കറന്റ് എന്ന് പറഞ്ഞാൽ ടോർക്കിനെ ഡിപെൻഡ് ചെയ്യുന്നതായിരിക്കും അല്ലെ. ആർമേച്ചർ കറന്റ് drawn by DC motor is proportional to the torque required. ഓപ്ഷൻ ഡി. Now, a short gap in induction motor is necessary to, എന്തിനാ നമ്മൾ ഇൻഡക്ഷൻ മോട്ടറിൽ ചെറിയ ഗ്യാപ്പ് പ്രൊവൈഡ് ചെയ്യുന്നത്, നമ്മൾ പവർ ഫാക്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല, ഫോർ എ ഗുഡ് പവർ ഫാക്ടർ ഉണ്ടായിരിക്കും. ഓപ്ഷൻ ഡി ട്ടോ. Now 46th, on no load magnetic neutral axis and geometric neutral axis അല്ലെ. നമ്മുടെ കണ്ടീഷൻസിൽ എന്താ സംഭവിക്കുന്നത്, നമുക്ക് ആർമേച്ചറിലൂടെ കറന്റ് ഒന്നുമില്ല, I എന്ന് പറയുന്നത് 0 ആണ് അല്ലെ. I 0 ആണെങ്കിൽ അവിടെ ആർമേച്ചർ ഫ്ലക്സ് ഇല്ല. ആർമേച്ചർ ഫ്ലക്സ് നമ്മളെ മെയിൻ ഫീൽഡ് ഫ്ലക്സിനെ ഡിസ്റ്റോർട്ട് ചെയ്യുന്നോ ഡിമാഗ്നറ്റൈസ് ചെയ്യുന്നൊന്നും ഇല്ല. അപ്പൊ GNA MNA എന്ത് ചെയ്യും, രണ്ടാളും കോയിൻസൈഡ് ചെയ്യും അല്ലെ, ഒരു ലൈൻ ആയിരിക്കും, ലൈൻ ടുഗദർ ആയിരിക്കും. അപ്പൊ നമുക്ക് സെയിം എന്ന് പറയാം. ഓപ്ഷൻ എ ആയിരിക്കും കറക്റ്റ് ആൻസർ കേട്ടോ. റോട്ടർ ഓർ ഇൻഡക്ഷൻ മോട്ടോർ ഓൾവേസ് റൺസ് എന്താ, നമ്മൾ ലെസ് ദാൻ സിൻക്രോണസ് സ്പീഡ് ആയിരിക്കും. ഇൻഡക്ഷൻ മോട്ടർ ആണെങ്കിൽ ലെസ് ദാൻ സിൻക്രോണസ് സ്പീഡ് ആയിരിക്കും. സിൻക്രോണസ് സ്പീഡിൽ വർക്ക് ചെയ്യുന്ന ഓൾട്ടർനേറ്റേഴ്സ് ആണ്. ഇൻഡക്ഷൻ മോട്ടോഴ്സ് ആകുമ്പോൾ ലെസ് ദാൻ സിൻക്രോണസ് സ്പീഡ് ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ ആൻസർ.
Now in DC generator, current external circuit from armature is given through ഇതിലൂടെ നമ്മൾ കൊടുക്കുന്നത് കമ്മ്യൂട്ടേറ്റേഴ്സ് വഴിയാണ് കൊടുക്കുന്നത് അല്ലേ? ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. 48 one. Next one, in a repulsion motor, the maximum torque is developed when? എപ്പോഴും നമുക്കറിയാലോ റിപ്പൾഷൻ മോട്ടോഴ്സിന്റെ കേസിൽ ടോർക്ക് പ്രൊപ്പോർഷണൽ ടു സൈൻ ടു ആൽഫ അല്ലെ? ആൽഫ ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദി ഇലക്ട്രിക് ഫീൽഡ് ആക്സിസും അതുപോലെ പ്രഷർ ആക്സിസും അല്ലെ? അപ്പൊ 2 ആൽഫയാണ് പ്രൊപ്പോർഷണൽ. അപ്പൊ സൈൻ പ്രൊപ്പോർഷണൽ ടു 2 into 45 ഡിഗ്രി അല്ലെ? അല്ലെങ്കിൽ സൈൻ 90 നമുക്ക് ഈസ് ഈക്വൽ ടു 1 എഴുതാം അല്ലെ? അപ്പൊ മാക്സിമം ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് എപ്പോഴാ? 45 ഡിഗ്രി അല്ലെ? സീറോ ടോർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് നമുക്ക് 0 ഡിഗ്രി അല്ലെങ്കിൽ 90 ഡിഗ്രി എന്ന് പറയാം. അപ്പൊ ഓപ്ഷൻ ഡി ഒക്കെ കറക്റ്റ് ആൻസർ. Now the mechanical power developed by DC motor is maximum when? എന്തായിരിക്കും? back EMF equal to applied voltage ആണോ? അതല്ല. Then back EMF is equal to 0 ആവുമ്പോഴല്ല, back EMF is equal to armature ആവുമ്പോഴല്ല, back EMF is equal to half of the applied voltage ആണല്ലേ? Direct question. Option B is the correct answer. Now in an RS flip flop, when R is equal to 0, S equal to 1, the output will be നമുക്കറിയാലേ SR flip flop ന്റെ കേസിൽ S ഉം R ഉം നമ്മൾ 0 0 0 1 1 0 1 1 അല്ലേ? എന്താ വരുന്നത്? ഇവിടെ 0 ആണ്, അവിടെ Q ആണ്, ഇവിടെ നമുക്ക് 0 എഴുതാം, 1 0 ആണെങ്കിൽ 1 എഴുതാം അല്ലെ? സെറ്റ് ആയിരിക്കും അല്ലെ? S is equal to 1, R is equal to 0, S is equal to 1, R is equal to 0 നമുക്ക് എന്തായിരിക്കും? സെറ്റ് കണ്ടീഷൻ ആയിരിക്കും. That is option A ആയിരിക്കും. Now 52, the carry output of a half adder circuit has inputs A and B അല്ലെ? എന്താ നമുക്ക് ഹാഫ് ആഡറിന്റെ കേസിൽ carry എന്ന് പറയുന്നത് A into B ആണ് അല്ലെ? അപ്പൊ ഓപ്ഷൻ D. Now the ripple factor of half wave and full wave rectifiers are എന്താ? അതൊക്കെ അവസാനം വെച്ച് റിവൈസ് ചെയ്തതാണ് നമ്മള്. റിപ്പിൾ ഫാക്ടേഴ്സും അതുപോലെ തന്നെ അവിടെ റിപ്പിൾ ഫ്രീക്വൻസി നമ്മൾ അവസാനത്തെ സെഷൻസിൽ നമ്മൾ കവർ ചെയ്തിരുന്നു അല്ലെ? എന്താ റിപ്പിൾ ഫാക്ടർ ഓഫ് ഹാഫ് വേവിന്റെ കേസിലാണെങ്കിൽ 1.21 ഉം ഫുൾ വേവിന്റെ കേസിലാണെങ്കിൽ റെഡ്യൂസ് ചെയ്തിട്ട് 0.48 ആയിരിക്കും. ഓപ്ഷൻ എ നമ്മുടെ കറക്റ്റ് ആൻസർ. Which of the following is the most popular application of UJT? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനാ റിലാക്സേഷൻ ഓക്സിഡേറ്റേഴ്സ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് UJT അല്ലെ? ഓപ്ഷൻ സി. ബൈനറി ഇക്വലന്റ് ഓഫ് ഒക്ടമൽ നമ്പർ 35 നമ്മൾ ബൈനറി ഇക്വലന്റ് ആയിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എങ്ങനെയാ? 3 നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? 4 to 8 4 2 1 നമ്മൾ റെപ്രസെന്റ് ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് 0 1 1 and 5 നമുക്ക് 1 0 1 ആയിട്ട് റെപ്രസെന്റ് ചെയ്യാം അല്ലെ? അതായത് ഓപ്ഷൻ ബി ആയിരിക്കും ആൻസർ. The output of 2 input NAND gate is low when it's and the truth പറയണല്ലേ? NAND gate ന്റെ A into B complement അല്ലെ? നമുക്ക് രണ്ട് ഹൈ ആകുമ്പോഴാണ് നമുക്ക് ഔട്ട്പുട്ട് എന്ത് കിട്ടുന്നത്? ലോ കിട്ടുന്നത് അല്ലെ? both inputs are high. Option C ആയിരിക്കും നമ്മുടെ ആൻസർ. നെക്സ്റ്റ് വരുന്ന ടെർമിനൽസ് ഓഫ് എൻ എൻ ചാനൽ ഫെറ്റേഴ്സ് അല്ലെ? JFET ന്റെ MOSFET ന്റെ ഒക്കെ നമുക്ക് അറിയാലോ ടെർമിനൽസ് എന്ന് പറയുന്നത് ഡ്രെയിൻ സോഴ്സും ഡ്രെയിനും ഗേറ്റും ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ ആൻസർ. Now the 3 terminal semiconductor device which controls AC in either direction അല്ലെ? ബൈഡയറക്ഷണൽ പോസിബിൾ വരുന്നത് നമ്മുടെ ട്രയാക്ക് ആണ് അല്ലെ? സി ആണ്. An array of flip flops designed to store and shift data. Store and shift data ഉണ്ട് അല്ലെ? അപ്പൊ എന്തായിരിക്കും? ഷിഫ്റ്റ് രജിസ്റ്റേഴ്സ് ആയിരിക്കും. ഓപ്ഷൻ ഡി. Now what will be the output ripple frequency of a full wave bridge rectifier? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? full wave bridge rectifier ന്റെ ripple frequency എന്ന് പറഞ്ഞാൽ 2 times of f ആണ് അല്ലേ? എന്ന് പറഞ്ഞാൽ 2 into എത്ര നമ്മുടെ ഹെർട്സ് എന്നുള്ള 60 ഹെർട്സ് അല്ലേ? അപ്പോൾ നമുക്ക് 120 ഹെർട്സ് എന്ന് കിട്ടും. ഓപ്ഷൻ സി ആയിരിക്കും ആൻസർ. Now what is the respective ratio of tin and lead composition of core solder? ഇത് ചിലർ മിസ്റ്റേക്ക് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. നമ്മുടെ കോർ സോൾഡർ ആണെങ്കിൽ നമുക്ക് ടിന്നും ലെഡ് എന്ന് പറയുന്നത് നമുക്ക് എന്താ 40:60 ആണ് അല്ലേ? നമ്മളൊരു സാധാരണ നമ്മുടെ ഫൈൻ സോൾഡർ അല്ലെങ്കിൽ ഇലക്ട്രീഷ്യൻ സോൾഡർ നമുക്ക് 60:40 അല്ലെ? കോ സോൾഡറിന്റെ കേസിൽ 40:60 ആണ് കേട്ടോ. ഓപ്ഷൻ സി നമ്മുടെ ആൻസർ. Now dash fluxes are acidic and chemically active. Chemically active ആയിട്ടുള്ള ആൾക്കാർ ആരാ? ഇനോർഗാനിക് ആണ് കേട്ടോ. ഇനോർഗാനിക് ഫ്ലക്സസ് ആണ് കെമിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ആൾക്കാർ. Now which type of motions are the quarter joints used for? Quarter joints നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്നത് reciprocating motions ആണ് കേട്ടോ. ഓപ്ഷൻ ബി. Now headless screw used to hold two parts in position are known as grub screw. Grub screw ആണ് നമ്മൾ headless ആയിട്ടുള്ള സ്ക്രൂ എന്ന് പറയുന്നത് കേട്ടോ. ഹെഡില്ലാത്ത സ്ക്രൂ. Okay. Now what is the main advantage of using submersible pumps? നമുക്ക് ഓപ്ഷൻസ് നിന്ന് മനസ്സിലാവില്ല. അഡ്വാൻറ്റേജ് ചോദിച്ചിട്ടുള്ളത്. അഡ്വാൻറ്റേജ് ഇതിൽ ഓപ്ഷനിൽ നമുക്ക് ആകെ വരുന്നത് സെൽഫ് പ്രൈമിംഗ് മാത്രമേ ഉള്ളൂ. ബാക്കിയൊക്കെ ഡിസഡ്വാൻറ്റേജ് ആണ് അല്ലേ? കാവിറ്റേഷൻ ആണെങ്കിലും ഓവർ ഹീറ്റിംഗ് ആണെങ്കിലും ലീക്കിംഗ് ആണെങ്കിലും ഒക്കെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഓപ്ഷൻ ബി മാത്രമാണ് കറക്റ്റ് നമുക്ക് അഡ്വാൻറ്റേജ് എന്ന് പറയാൻ പറ്റുന്നത്. Now, which of the pump is used for pumping viscous fluids? High viscous fluids ഒക്കെ പമ്പ് നമ്മൾ യൂസ് ചെയ്യുന്നത് ജനറലി ഗിയർ പമ്പ്സ് ആണ് അല്ലേ? നമ്മൾ അവരുടെ ആപ്ലിക്കേഷൻസ് ഇൻഡസ്ട്രിയൽ ആപ്ലിക്കേഷൻസ് നമ്മൾ നോക്കിയിരുന്നു അല്ലേ? പൾപ്പ് ആൻഡ് പേപ്പർ ഇൻഡസ്ട്രിയിലൊക്കെ. ഓക്കെ. അപ്പോൾ ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ കേട്ടോ. പമ്പ് വിസ്കസ് ഫ്ലൂയിഡ്സ് നമ്മൾ ജനറലി യൂസ് ചെയ്യുന്നത് ഗിയർ പമ്പ്സ് ആണ്. Next one, what is the name of the process where vapor bubbles form and collapse in a centrifugal pumps? എന്താണ് പറയുന്നത്? cavitation ആണ് അല്ലേ? bubbles ആയി ഫോം ചെയ്യുന്നത് cavitation. Now which part of a centrifugal pump is connected to the sump? ഇത് ചിലർക്ക് ഡൗട്ട് ഉണ്ടാവാം. പമ്പ് സമ്പിലേക്ക് കണക്ട് ചെയ്യുന്ന ഏത് ഭാഗം? ഐ ആണ് കേട്ടോ. ഇമ്പലറിന്റെ ഐ ആണ് കണക്ഷൻസ് കൊടുക്കുന്നത്. ഓപ്ഷൻ സി ആയിരിക്കും. The tank of a blow lamp is made up of blow lamp മേക്ക് ചെയ്യുന്നത് നമ്മൾ ബ്രാസസ് വെച്ചിട്ടാണ്. ഓപ്ഷൻ എ. Which solution is used to separate aluminum from bauxite? Aluminum നമ്മൾ bauxite സെപ്പറേറ്റ് ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് fused cryolite ആണ് കേട്ടോ. ഓപ്ഷൻ എ നമ്മുടെ ആൻസർ.
Now, why a heavier flywheel is required in a 4-stroke engine? നമുക്ക് ഓപ്ഷൻസ് നിന്ന് മനസ്സിലാക്കാം അല്ലേ? എന്താ ഡ്യൂ ടു ഹയർ സ്പീഡ് ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് കാരണമായിരിക്കും നമ്മൾ ഫ്ലൈ വീൽ യൂസ് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ആയിരിക്കില്ല. ഡ്യൂ ടു ലൈറ്റ് വെയിറ്റ് ഓഫ് ക്രാങ്ക് ഷാഫ്റ്റ് ആയിരിക്കില്ല. ടു എൻഗേജ് ക്ലച്ച് ഇൻ പ്രോപ്പർ പൊസിഷൻ ആയിരിക്കില്ല. ഓപ്ഷൻ എ ആയിരിക്കും. ദാറ്റ് ഈസ് ഡ്യൂ ടു മോർ ഐഡിയൽ സ്ട്രോക്സ് ആൻഡ് നോൺ യൂണിഫോം ലോഡ് ഓൺ ദ ക്രാങ്ക് ഷാഫ്റ്റ് ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹെവിയർ ആയിട്ടുള്ള ഫ്ലൈ വീൽസ്. ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ. Now, which engine operates under constant volume? നമുക്കറിയാലേ constant volume auto cycle ആരാ? SI engine ആണല്ലേ? Option B. Why baffles are provided in the fuel tank? Baffles എന്ന് നമ്മൾ ഫ്ലഷിംഗ് അല്ലെ, സ്ലഷിംഗ് ഓഫ് ഓയിൽ, ഫ്യൂവൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ് അല്ലെ നമ്മുടെ ബാഫിൽസ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ഒക്കെ നമ്മുടെ ആൻസർ. What is the name of the system? The lubricating oil is delivered from a separate tank to the components by an oil pump. നമുക്ക് lubrications different types ഉണ്ട് അല്ലെ, ഡ്രൈ ഉണ്ട്, വെറ്റ് ഉണ്ട്, സം ഉണ്ട്. ഓക്കെ, അതിൽ നമ്മൾ ഏതാ ഡ്രൈ സമ്പിലായിരിക്കും നമ്മൾ ജനറലി സെപ്പറേറ്റ് ആയിട്ട് പമ്പ്സ് യൂസ് ചെയ്യുന്നുണ്ടാവുക. Now, what is the temperature in the cylinder at the time of compressed air pressure during the compression stroke or for diesel engine? നമ്മൾ വാല്യൂസ് ഒക്കെ നോട്ട് ചെയ്ത് പോകണം പറഞ്ഞിരുന്നു അല്ലേ. ഡീസൽ എഞ്ചിന്റെ കേസിൽ നമ്മൾ 800 ഡിഗ്രി സെൽഷ്യസിലാണ് കംപ്രഷൻസ് നടക്കുന്നത് അല്ലെ. ഓപ്ഷൻ സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. 800 ഡിഗ്രി സെൽഷ്യസിലായിരിക്കും. Next one, which out of the following statement is suitable for the engine? എന്താണെന്ന് വെച്ചിട്ടുള്ളത്, the upward motion of the piston creates a partial vacuum inside the crankcase below the piston and the air fuel mixture is drawn into the crankcase through the inlet port. ഒരു ഓപ്പറേഷൻ മാത്രമല്ല നടക്കുന്നത് അല്ലെ, അതായത് ടി ഡി എസിന് ബി ഡി എസിലേക്ക് പോവുക മാത്രമല്ല, ബി ഡി എസിന് ടി ഡി എസിലേക്ക് പോവുക മാത്രമല്ല, എയർ ഫ്യൂൽ മിക്സ്ചർ അതിന്റെ കൂടെ ഇൻടേക്ക് ചെയ്തിട്ട് അവിടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ഒരു കംപ്രഷൻ നടക്കുന്നുണ്ട് അല്ലെ. അതെവിടെ നടക്കുന്നത്, രണ്ട് പ്രോസസ്സും ഒരുമിച്ച് നടക്കുന്നത് നമ്മൾ 2 സ്ട്രോക്കിന്റെ കേസിലായിരിക്കും അല്ലെ. ആൻഡ് എയർ ഫ്യൂൽ മിക്സ്ചർ എന്ന് പറയുമ്പോൾ പെട്രോൾ എഞ്ചിൻസിന്റെ കേസിലായിരിക്കും അല്ലെ, ഡീസൽ എഞ്ചിൻ ആയിരിക്കില്ല. ഡീസൽ എഞ്ചിന്റെ കേസിലാണെങ്കിൽ ഫ്യൂൽ മാത്രമേ ഉള്ളൂ അല്ലെ. എയർ ഫ്യൂൽ ആണെങ്കിൽ നമ്മൾ പെട്രോൾ എഞ്ചിനിലായിരിക്കും വരിക. അപ്പൊ 2 സ്ട്രോക്ക് പെട്രോൾ എഞ്ചിൻ ആയിരിക്കും. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. Now, what is the name of part located in the engine to drive the oil pump? ആണ് കേട്ടോ. ഓയിൽ പമ്പിൽ ഡ്രൈവ് നമ്മൾ ആരെ യൂസ് ചെയ്യുന്നത്, ക്യാം ഷാഫ്റ്റ് ആണ് കേട്ടോ. ഓപ്ഷൻ എ. Now, what is the material used to make the oil cooler? കൂളർ ആക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ ബി ആണ് കേട്ടോ, കാസ്റ്റ് അയൺ ആണ്. Which type of starting system is commonly used to start the heavy duty earth moving engines? എന്താ ഹെവി ഡ്യൂട്ടിക്ക് നമ്മൾ യൂസ് ചെയ്യുന്നത് ഗ്യാസലിൻ ആയിട്ടുള്ള എഞ്ചിൻ സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ്. Now, what is meant by the ratio between the air drawn in the cylinder during suction stroke and the volume of the cylinder? എന്താ suction stroke നമ്മൾ ഡ്രോ ചെയ്യുന്ന വോളിയം ആ ചോദിച്ചിട്ടുള്ളത് അല്ലെ. അപ്പൊ എന്തായിരിക്കും വോളിമെട്രിക് എഫിഷ്യൻസി ആയിരിക്കും. ഓപ്ഷൻ ഡി. Which type of pump is commonly used for handling highly corrosive chemicals? നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതായിരുന്നു അല്ലെ. corrosive chemicals നമ്മൾ യൂസ് ചെയ്യുന്നത് ഡയഫ്രം പമ്പ്സ് ആണ്. ഓപ്ഷൻ ബി ആണ് കേട്ടോ. The primary purpose of a gland or a mechanical seal in a pump. എന്തിനാ seal പ്രൊവൈഡ് ചെയ്യുന്നത്, ലീക്കേജസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അല്ലേ. ഓപ്ഷൻ സി, prevent leakage of fluid along the rotating shaft. ഓപ്ഷൻ സി the answer 82. Next one, which precaution should be followed while removing an impeller from the shaft? ഓപ്ഷൻസ് വായിച്ചാൽ തന്നെ മനസ്സിലാവുന്നതേ ഉള്ളൂ അല്ലെ. സ്ട്രൈക്ക് ദ ഇംപെല്ലർ ഡയറക്ട്ലി പറ്റുമോ, ഇല്ല അല്ലെ. എക്സസീവ് ഫോഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ പാടുമോ, ഇല്ല. റൊട്ടേറ്റ് ദ ഷാഫ്റ്റ് അറ്റ് ഹൈ സ്പീഡ്, അതും പാടില്ല. യൂസ് ദ കറക്റ്റ് പുള്ളർ ആൻഡ് അപ്ലൈ ഫോഴ്സ് യൂണിഫോംലി ആയിരിക്കും. ഓപ്ഷൻ സി നമ്മുടെ കറക്റ്റ് ആൻസർ. Now, which temperature measuring instrument works on the principle of change in electric resistance with the temperature? ഏതാ നമ്മുടെ RTD ആണ് അല്ലെ. റെസിസ്റ്റൻസ് ആറും പ്രത്യേകം പ്രപ്പോർഷണൽ ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്താണ് RTD യിലാണ് അല്ലെ. ഓപ്ഷൻ സി നമ്മുടെ കറക്റ്റ് ആൻസർ കേട്ടോ. Now, single phasing in 3-phase induction motors എന്ത് സംഭവിക്കും, നമുക്ക് ഓവർ ഹീറ്റിംഗ് സംഭവിക്കും. മോട്ടോഴ്സ് ഓവർ ഹീറ്റഡ് ആവും. ഓപ്ഷൻ ബി നമ്മുടെ ആൻസർ. Now, which valve permits fluid flow in only one direction നമ്മൾ പറഞ്ഞു അല്ലെ. ചെക്ക് വാൽവ് അല്ലെങ്കിൽ നോൺ റിട്ടേൺ വാൽവ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി. Which of the following provides positive power transmission and without slip? Positive power transmission provide in the chain drives ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ്. The speed of an induction motor is always, ഈ സെയിം ക്വസ്റ്റ്യൻ റിപ്പീറ്റ് ചെയ്തിരുന്നു അല്ലെ ഇതിന് മുമ്പ് തന്നെ, less than synchronous speed ആണ്. ഓപ്ഷൻ സി. An isolator is operated only when the circuit is. Isolator ഞാൻ പഠിക്കാൻ സിമ്പിൾ ആയിട്ട് ഓർമ്മ വെക്കാൻ പറഞ്ഞിരുന്നു. ഐസൊലേറ്റർ ഓ ആണെങ്കിൽ which is no load കണ്ടീഷനിലായിട്ട് കേട്ടോ. ഐസൊലേറ്റർ no load കണ്ടീഷൻസിലായിരിക്കും വർക്ക് ചെയ്യുന്നുണ്ടാവുക. Next one, in a substation the isolator is generally operated. നമ്മൾ പറഞ്ഞ ഐസൊലേറ്റർ എന്ന് പറഞ്ഞാൽ no load കണ്ടീഷനിലാണ് വർക്ക് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ after the circuit breaker has opened the circuit breaker ആ സർക്യൂട്ട് ഓപ്പൺ ചെയ്തതിനു ശേഷം മാത്രമേ നമ്മൾ ഐസൊലേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ടാവുള്ളൂ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ. Now, which among the following is true for double acting cylinders ആണ് അല്ലെ. ഡബിൾ ആക്ടിംഗ് സിലിണ്ടേഴ്സിനെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത്. ലീനിയർ ആക്ച്വേറ്റർ ആണോ, ആണ് അല്ലെ. മോഷൻ വരുന്നുണ്ട്, ലീനിയർ മോഷൻ ആണ് നമുക്ക് വരുന്നത് അല്ലെ. സ്പ്രിംഗ് is used for retracting the piston. അത് നമ്മൾ എവിടെ യൂസ് ചെയ്യുന്നത്, സ്പ്രിംഗ് യൂസ് ചെയ്യുന്നത് നമ്മുടെ സിംഗിൾ ആക്ടിംഗ് സിലിണ്ടേഴ്സിന്റെ കേസിലാണ് അല്ലെ. അവിടെ റിട്രാക്ഷൻ മോഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് സ്പ്രിംഗ് ആയിരിക്കും. പക്ഷെ ഡബിൾ ആക്ടിംഗിന്റെ കേസിൽ നമുക്ക് അത് ആക്ച്വലി രണ്ട് പോസിബിലിറ്റി തരുന്നത് അല്ലെ. ക്യാൻ പെർഫോം വർക്ക് ഇൻ ബോത്ത് ഡയറക്ഷൻസ് ഓഫ് ഇറ്റ്സ് മോഷൻ. അത് കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആയിരിക്കും. ബോത്ത് എ ആൻഡ് സി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ കേട്ടോ. Now, in a 4x2 direction control valve എന്താ 4 എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന പോർട്ടിനെയും 2 എന്ന് പറഞ്ഞാൽ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന പൊസിഷൻസിനെയും ആയിരിക്കും അല്ലെ.
ഓപ്ഷൻ സി 4 refers to ports and 2 refers to position. FRR യൂണിറ്റ് എന്ന് പറഞ്ഞിരുന്നു അല്ലെ, ഫിൽട്ടർ, റെഗുലേറ്റർ, ലൂബ്രിക്കേറ്റർ എവിടെ വരുന്നത്, ന്യൂമാറ്റിക് സിസ്റ്റംസിലാണ്. ഓപ്ഷൻ സി ആണ്. Which among the following pipe fitting is used for closing a pipeline which has an internal thread? എന്ന് പറഞ്ഞിരുന്നു അല്ലെ, ഏതെങ്കിലും ഒന്ന് ഓർത്ത് വെക്കാൻ പറഞ്ഞിരുന്നു. ക്യാപ്പ് ആണെങ്കിൽ വാട്ടർ ബോട്ടിന്റെ ക്യാപ്പ് ഓർത്ത് വെക്കാൻ പറഞ്ഞു. അകത്തായിരിക്കും ത്രെഡ്, ഇന്റേണൽ ആയിരിക്കും ത്രെഡ് ക്യാപ്സിന്. അപ്പൊ നമ്മൾ പൈപ്പ് യൂസ് ചെയ്യുമ്പോൾ എന്തായിരിക്കും, എക്സ്റ്റേണൽ ആയിട്ടുള്ള ത്രെഡ് ഉള്ള പൈപ്സിനായിരിക്കും നമ്മൾ ക്യാപ്സ് യൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ഇതിന് ഇവിടെ ഇന്റേണൽ ആയിട്ടുള്ള പൈപ്സിനെ യൂസ് ചോദിച്ചു. ഇന്റേണൽ ത്രെഡ് ഉള്ള പൈപ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത് ജനറലി എന്തായിരിക്കും, മക്സ് ആയിരിക്കും. ഓപ്ഷൻ സി ആയിരിക്കും ജനറലി ആൻസർ, കറക്റ്റ് ആൻസർ. Now, which among the following is not a function of pressure relief valve in a hydraulic system? Pressure relief valve ന്റെ not a function ആണ് ചോദിച്ചിട്ടുള്ളത് അല്ലെ. ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. Limits the maximum working pressure of a system, അതിന്റെ ഫംഗ്ഷൻ ആണ്. Safeguard operators from injury, അതിന്റെ ഫംഗ്ഷൻ ആണ്. Increases pressure to increase output from the actuator, അതിന്റെ ഫംഗ്ഷൻ അല്ല. ഫംഗ്ഷൻ പ്രഷർ ജനറലി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രഷർ റിലീഫ് വാൽവ് യൂസ് ചെയ്യുന്നത് അല്ലെ, ഇൻക്രീസ് പ്രഷറിന് അല്ല. അപ്പൊ ഓപ്ഷൻ സി ആയിരിക്കും നോട്ട് എ ഫംഗ്ഷൻ ഓഫ് പ്രഷർ റിലീഫ് വാൽവ്. നെക്സ്റ്റ് വൺ, ഇന്റേണൽ ഗിയർ പമ്പ് കൺസിസ്റ്റ് ഓഫ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്റേണൽ ഗിയർ പമ്പ്സ് നമ്മൾ ഒരു ക്രസന്റ് ഷേപ്ഡ് ആയിട്ടുള്ള സാധനമൊക്കെ ഉണ്ട് അല്ലെ. ഔട്ടർ റോട്ടർ ഗിയർ ആൻഡ് ഇന്നർ സ്പർ ഗിയർ ആൻഡ് ക്രസന്റ് ഷേപ്ഡ് സ്പേസർ ആൻഡ് ഹൗസിംഗ് അല്ലെ. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. ടർബൈൻ കൺവേർട്സ് എന്ന ടർബൈൻ എന്ന് പറയുന്നത് നമ്മൾ ജനറലി ഒരു ഇലക്ട്രിക്കൽ സിസ്റ്റത്തിന്റെ കേസിൽ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു ഹൈഡ്രോളിക് എനർജി അല്ലെ, വാട്ടറിന്റെ ഫ്ലോ നമ്മൾ സ്ട്രൈക്ക് ചെയ്തിട്ട് അത് മെക്കാനിക്കൽ എനർജി, ടർബൈൻ റൊട്ടേറ്റ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ ഹൈഡ്രോളിക് എനർജി ഇൻറ്റു മെക്കാനിക്കൽ എനർജി ആയിരിക്കും ടർബൈൻസിന്റെ ഫംഗ്ഷൻ. ഓപ്ഷൻ ബി ആയിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ. Now, the process of filling water in the suction pipe, casing and delivery pipe up to delivery valve. എന്താ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എയർ റിമൂവ് ചെയ്യുന്ന പ്രോസസ് അല്ലെങ്കിൽ വാട്ടർ കയറ്റുന്ന പ്രോസസ് എന്ന് പറയുന്നത് പ്രൈമിംഗ് ആണ് അല്ലെ. ഓപ്ഷൻ ബി. Now, check valve is also known as എന്ന് പറയുന്നത് നോൺ റിട്ടേൺ വാൽവ് ആണ് അല്ലെ. ഏതെങ്കിലും ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ഉണ്ടാവുള്ളൂ, നോൺ റിട്ടേൺ വാൽവ്. Now, which among the following is true for air compressors? എന്ന് പറഞ്ഞ എയർ കംപ്രസേഴ്സ് വർക്ക് ചെയ്യണമെങ്കിൽ ബോയിൽസിൽ ആപ്ലിക്കബിൾ ആണ്. കൺവേർട്സ് മെക്കാനിക്കൽ എനർജി ഇൻറ്റു ന്യൂമാറ്റിക് എനർജി. ന്യൂമാറ്റിക്സിലാണ് എയർ കംപ്രസേഴ്സ് യൂസ് ചെയ്യുന്നത് അല്ലെ. പവർ സോഴ്സ് ഓഫ് ന്യൂമാറ്റിക് സിസ്റ്റം എന്ന് പറയുന്നത് എയർ കംപ്രസർ ആണ്. അപ്പൊ ഓപ്ഷൻ ഡി ആയിരിക്കും, ഓൾ ഓഫ് ദി അബവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഇത്രയേ ഉള്ളൂ. നമ്മൾ സിമ്പിൾ ആയിരുന്നു ക്വസ്റ്റ്യൻ പേപ്പർ, അത്രയും നമുക്ക് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പറയാൻ പറ്റില്ല. സിമ്പിൾ ടു മോഡറേറ്റ് ആയിരുന്നു. ചില ക്വസ്റ്റ്യൻസ് നമുക്ക് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ്, നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡ് കാണുന്ന സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ്, അങ്ങനത്തെ ലെങ്തി ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ കട്ട് ഓഫ് കുറച്ച് ജനറലി നമുക്ക് ഒരു ഹൈ കട്ട് ഓഫ് നമുക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് വീണ്ടും അടുത്ത സെഷൻ ആയിട്ട് ഇനി വേറെ വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.